ഹലോ മൈ ഡിയേഴ്സ്, നല്ല അടിപൊളി പൊരിച്ച മീനും, അതായത് നല്ല വിറകടപ്പിൽ ആയിട്ടുള്ള മീനും, പിന്നെ നല്ല കൈകൊണ്ട് അടിച്ച് നല്ല കട്ടിപ്പത്തിരിയും പയറും കപ്പയൊക്കെ ഇട്ട് നല്ല അടിപൊളി പുഴുക്കും എല്ലാം കിട്ടുന്ന ഒരു നാടൻ ചായക്കട. ഈ വഴിയും ഈ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ചന്ദ്രേട്ടൻ്റെ ചായക്കടയാണ് കേട്ടോ. കാരന്തൂരിന്ന് കോണോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവം സ്ഥിതി ചെയ്യുന്നത്. ടൗണിലേക്ക് വന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയാലാണ് നമ്മുടെ ആ ഒരു കടയിലേക്ക് എത്തുക. ഇപ്പോൾ വലിയ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ കേട്ടോ, വലിയ ഫുഡ് വ്ളോഗറൊന്നുമല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയുക എന്ന് ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെന്നപ്പം രാവിലെ മോർണിംഗിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ തിരക്കൊക്കെ ആയി വന്നേ ഉള്ളായിരുന്നു. നമ്മൾ അതിരാവിലെ തന്നെ ചെന്നിട്ടും ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ വൈകി കഴിഞ്ഞാൽ അവിടെ നല്ല തിരക്കായിരിക്കും എന്ന് കേട്ടതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ ആ ഒരു ഫുഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്കും ഹസ്ബൻഡിനും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ നേരത്തെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ചെന്ന് തിരക്കൊന്നുമില്ല, പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ആംബിയൻസും ഒക്കെ ഒന്ന് നോക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വല്യമ്മമാരുടെയും അല്ലെങ്കിൽ മുത്തച്ഛന്മാരുടെയും വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും രാവിലെ എണീക്കുന്ന സമയത്ത് അവരുടെ അടുക്കളയിൽ നിന്ന് നല്ല വിറകടുപ്പിൻ്റെ ആ ഒരു അടുക്കളയിൽ നിന്ന് ഒരു പുക വരത്തില്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ രാവിലെ ചെന്നിരുന്നപ്പോൾ ആ ഒരു ഫീലിംഗ് ആട്ടോ വന്നത്. ഉറക്കം എണീച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും വല്യമ്മ ചായയൊക്കെ തരുന്ന ആ ഒരു ആംബിയൻസ്, ആ ഒരു വൈബാണ് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നപ്പോൾ ജസ്റ്റ് അടുക്കളയിൽ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കയറിക്കോളാൻ പറഞ്ഞു. എന്താ പറയുക, ഒത്തിരി നല്ല മനസ്സുകളുള്ള കുറച്ച് ആൾക്കാർ ഒക്കെ കൂടി നടത്തുന്ന ഒരു കട. അതാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം അത്രയും നല്ല കുറച്ച് ആൾക്കാർ, നല്ല സ്നേഹമുള്ള കുറച്ച് ആൾക്കാരാട്ടോ. ഈ കാണുന്നത് സദാനന്ദൻ എന്ന് പറയുന്ന ചേട്ടനാണ്, ചന്ദ്രൻ ചേട്ടൻ്റെ ചേട്ടനാട്ടോ. അപ്പോൾ എല്ലാം റിലേറ്റീവ്സും അല്ലാത്തവരൊക്കെ ആയിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനാണ് ആ ഒരു കൈപ്പത്തിരി അല്ലെങ്കിൽ കട്ടപ്പത്തിരി ഉണ്ടല്ലോ അതിൻ്റെ മെയിൻ ആൾ. പുള്ളി അതിങ്ങനെ കുഴച്ച് ചെറിയൊരു വാഴയിലയിൽ വെച്ച് കൈകൊണ്ട് പരത്തി അടിച്ച് തരാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ വിശേഷമൊക്കെ ചോദിച്ചു, കഴിച്ചോന്ന് ചോദിച്ചു. എന്താ പറയുക, നമ്മൾ വെളിയിലൊരു ഹോട്ടലിൽ ചെന്ന് കഴിക്കുന്ന ഒരു ഫീലിങ്ങേ ഉണ്ടായിരുന്നില്ല. നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലൊക്കെ പോയി കഴിക്കില്ലേ. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. സ്വന്തം വീട്ടിൽ പോയി നമ്മൾ അടുക്കളയിൽ കയറി കഴിക്കത്തില്ലേ, ആ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു വന്നത്. അപ്പോൾ അവിടെ കൈപ്പത്തിരി ആക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുഴുക്കുണ്ടല്ലോ, ആ ഒരു എന്താ പറയുക പയറും കായയും പിന്നെ അതേപോലെ കിഴങ്ങും എല്ലാം കൂടെ ഇട്ട് കുത്തി ഉടച്ചുണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ പണ്ട് കിട്ടുന്ന പുഴുക്ക്. അതേപോലെ തന്നെ പത്തിരി ചേട്ടനിങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ അപ്പം തന്നെ ലൈവായിട്ട് ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് ഗ്യാസ് അവിടെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല, എല്ലാം വിറകടുപ്പിലാട്ടോ. പിന്നെ നമ്മൾ വന്ന മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ഫിഷ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഫിഷ് അത്യാവശ്യം ഫ്രൈനോട് ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ്. എനിക്ക് കുറച്ച് കുറവാണെങ്കിലും ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാണ് മെയിൻ കഴിക്കാനായിട്ട് വന്നത്. അപ്പോൾ അവിടെ അപ്പോൾ ഉണ്ടായിരുന്നത് അയിലയും അയക്കൂറയും ആയിരുന്നു നമുക്കപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെയും കുറച്ചൊക്കെ അവർ മസാല പറ്റി വരുന്നുള്ളൂ, നമുക്കപ്പോൾ തന്നെ കഴിക്കണമല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ കയറി നോക്കുമായിരുന്നു എന്തൊക്കെയാണുള്ളത്. അപ്പോൾ ചെന്നപ്പോഴത്തേക്കിനും ഒരുപാട് മീൻ ഇങ്ങനെ മസാല പുരട്ടുന്നുണ്ടായിരുന്നു. അതിനകത്ത് വേറെയും എന്താ പറയുക കേദർ എന്നൊക്കെ പറയില്ല, എനിക്കൊന്ന് കേദർ എന്ന് പറയുന്നത് ഇവിടെ ചൂര എന്നാണെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. മീൻ അവരുടെ സ്ലാങ്ങും നമ്മുടെ സ്ലാങ്ങും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ എന്താണേലും മീനൊക്കെ നല്ലോണം മസാല പറ്റി ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു, അവിടെ ചുടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ മീനിൻ്റെ ഫ്രൈ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിരത്തി ചെറിയ ചട്ടികൾ, അതും മൺചട്ടികൾ വെച്ചിട്ട് നമ്മുടെ ആ ഒരു കൈപ്പത്തിരി ഉണ്ടല്ലോ, കൈപ്പത്തിരിയാണോ കട്ടപ്പത്തിരി അങ്ങനെ എന്തോ പറയുമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കൈപ്പത്തിരി എന്നാണ് ഈ അടിച്ച് പരത്തി എടുക്കുന്ന പത്തിരിന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുക. ഇലയൊക്കെ മുറിച്ചും കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മീനെല്ലാം ഒരു ചേച്ചി ഇങ്ങനെ മസാല പറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് ഒരാൾ ഈ അടുക്കളയിലേക്ക് കയറി ചെന്നേണ്ടതായിട്ടുള്ള ഒരിതും അവർ കാണിച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും ഈ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ നല്ലോണം സംസാരിച്ചു. എല്ലാവരും എന്നോട് വിശേഷങ്ങൾ തിരക്കി, എൻ്റെ വീട് എവിടെയാണ്, മക്കൾ എത്ര പേരുണ്ട്, എല്ലാം. അതായത് നമ്മൾ സ്വന്തം വീട്ടുകാര്യങ്ങൾ സംസാരിക്കുന്ന പോലെ തന്നെ അവരുമായിട്ട് സംസാരിക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കളയിലെ ചെറിയ വീഡിയോ ഒക്കെ എടുത്തപ്പം എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇവിടെ ചന്ദ്രൻ ചേട്ടൻ തൊട്ടപ്പുറത്ത് തന്നെ, അതായത് കടയുടെ തൊട്ടപ്പുറത്ത് തന്നെ അവരുടെ വീടാട്ടോ. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഉച്ചക്കത്തേക്കുള്ളതും
എല്ലാം ഇട്ട് ആ ഇല ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. അപ്പോൾ ഈ ഇല നിൽക്കുമ്പോൾ കാണാൻ നിങ്ങൾക്ക് എന്തോരം തിരക്ക് അവിടെ ഉണ്ടെന്ന്. ആ ഒരു ദിവസത്തേക്കുള്ള ഇലയാട്ടോ അത്. അപ്പം പുള്ളിയായിട്ടും കുറച്ച് നേരം സംസാരിച്ചു. വലിയ ജാടി എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒരു തിരക്ക് വരുന്ന കടയുടെ ഇത്രയും വൈറലായിട്ടുള്ള ആ ഒരു ഇതൊക്കെ ആണെങ്കിലും പുള്ളി ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെ കേട്ടോ സംസാരിച്ചതും വിശേഷങ്ങൾ തിരക്കിയതും ഇക്കാകാൻ്റെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ചോദിച്ചതും നല്ല ഒരു അതായത് നമുക്ക് വീണ്ടും സംസാരിക്കാൻ തോന്നുന്ന തരത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പം നേരെ ഞങ്ങൾ വന്ന് ഡൈനിങ്ങിൽ ഇരുന്നു കേട്ടോ. കയറി വന്നടുത്ത് തന്നെയാണ് ഒരു എന്താ അയിലയല്ല കാളാഞ്ചിയോ അങ്ങനെ എന്തോ ഒരു മീനായിരുന്നു. അതും അയക്കൂറയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്തതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ മെയിൻ രാവിലെ കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ കാണുന്ന ഒരു പുഴുക്കും പിന്നെ പൊരിച്ച പത്തിരി ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിങ്ങനെ വരും. അപ്പോൾ വേണ്ടവർക്കൊക്കെ അടുത്ത ഡൈനിങ്ങിലേക്ക് ഇങ്ങനെ പോയി ഒഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ മീൻ വന്നു, പിന്നെ ആ ഒരു പുഴുക്ക് വന്നു, പിന്നെ പൊരിച്ച പത്തിരി വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ മീൻകറി വന്നു കേട്ടോ. അതായത് ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസി അല്ലാത്ത ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുള്ളൊരു നല്ല അടിപൊളി ഒരു മുളക് കറിയായിരുന്നു. അപ്പോൾ ആ ഒരു പുഴുക്കിൻ്റെ കൂടെ ഈ ഒരു മുളക് കറി എന്ന് പറയുമ്പം സൂപ്പർ കോമ്പിനേഷൻ അല്ലേ. സാധാ നമ്മുടെ കപ്പയുടെ കൂടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആ ഒരു മീൻകറി പുഴുക്കിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായിരുന്നു. പിന്നെ ഫ്രൈ എടുത്ത് പറയേണ്ട സാധനമായി. ഇതിന് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഫ്രൈ എന്ന് പറയുമ്പോഴത്തേനും നല്ല മുരിഞ്ഞിരിക്കുന്ന ടൈപ്പല്ലേ. ഇത് ഒരു ഷാലോ ഫ്രൈ എന്ന് പറയാം. അതായത് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ആ ബോണിൽ നിന്ന് അതിങ്ങനെ വിട്ട് വരുന്ന രീതിക്കുള്ള നല്ലൊരു അടിപൊളി ഫിഷ് ഫ്രൈ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ മസാലയാണ് ഹൈലൈറ്റ്. നല്ല ചോറൊക്കെ ഉണ്ടല്ലോ, കുത്തരി ചോറൊക്കെ ഉണ്ടെങ്കിൽ ആ മസാല കൂട്ടി കഴിച്ചാൽ തന്നെ വയറ് ഫുള്ള് നിറയുന്ന രീതിക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ. ആ ഒരു മസാല മതി, മീൻ വേണമെന്നില്ല. ആ ഒരു മസാല അത്രയും കിഡിലും ടേസ്റ്റായിരുന്നു കേട്ടോ. എത്ര കഴിച്ചിട്ടും മതിയാവില്ല. എനിക്ക് ആ മറ്റേ മീനിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ അയക്കൂറ കേട്ടോ. മറ്റേത് അയിലയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കാളാഞ്ചിയല്ല, അയില തന്നെയായിരുന്നു കേട്ടോ. ഒരു മസാലയിൽ കോട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് പിടിയിട്ടാഞ്ഞതാണ്. അപ്പോൾ അയക്കൂറ അതിൻ്റെ കൂടെ കഴിച്ചു. ഈ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ചന്ദ്രൻ ചേട്ടൻ വരും കേട്ടോ. വന്നിട്ട് ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായി, എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ പുതിയതായിട്ട് വന്ന കാരണവും കൊണ്ടും എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് തിരക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഡൈനിങ്ങിൽ മാത്രമല്ല എല്ലാ ഡൈനിങ്ങിലും പുള്ളി പോയിട്ട് അത് തിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറവുകളുണ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും തിരക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു കാപ്പിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴാണ് അവിടെ ചേട്ടൻ പറഞ്ഞത് വേറൊരു ചിക്കൻ്റെ ഒരു കറിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ പേര് ഒരു എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്തൊരു ടൈപ്പ് പേരാണ് അതിൻ്റെ. അവിടുത്തെ ഭാഷയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടത്തില്ല. അരിങ്ങോട് ചിക്കൻ കറിയോ അങ്ങനെ എന്തോ ആണ് ഈ സംഭവത്തിൻ്റെ പേര്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് നല്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നല്ല വെളിച്ചെണ്ണയുടെ ആട്ടിയ വെളിച്ചെണ്ണ, അതിൻ്റെ ഒരു ടേസ്റ്റാട്ടോ മുന്തി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് കറി ഒന്ന് കുറുകി വന്നു കഴിയുമ്പം അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കൂലേ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരൂലേ, അതാണ് യഥാർത്ഥ ടേസ്റ്റ്. അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ ഉണ്ട്, ചിക്കൻ്റെ പാർട്സ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കായ ഉണ്ടല്ലോ അത് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു നാടൻ കറി. നമ്മുടെ സാധാ ചിക്കൻ കറി പോലെയല്ല, അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുള്ളൊരു കറിയാട്ടോ. സത്യം പറഞ്ഞാൽ ഒരു നാടൻ കറി ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആ ഒരു ടേസ്റ്റല്ലോ അത് തന്നെ. അപ്പോൾ ആ ഒരു ചിക്കൻ കറിയുടെ കൂടെ നമ്മുടെ ആ ഒരു പൊരിച്ച പത്തിരിയും ആ ഒരു പുഴുക്കും ഈ ഒരു കറിയും കൂടെ ചേർത്ത് കഴിച്ചാൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാട്ടോ. എനിക്ക് അത്രയും നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു പഴമയുടെ ടേസ്റ്റ്. നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ വെളിയിലൊക്കെ പോയിരിക്കുമ്പോഴത്തേക്കിനും, അതായത് നമ്മുടെ വരാന്തയിലൊക്കെ പോയിരിക്കുമ്പോൾ ഇതേപോലെ പുഴുക്കും കറിയൊക്കെ ആയിട്ട് കൊണ്ടുതന്ന് നമ്മൾ കഴിക്കില്ല, ആ ഒരു ഫീലിംഗ് കേട്ടോ എനിക്ക് വന്നത്. അത്രയും നല്ല ടേസ്റ്റുള്ള കുറേ വിഭവങ്ങൾ, നമ്മുടെ വായിക്ക് രുചി തരുന്ന കുറേ വിഭവങ്ങൾ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു ഇനി പത്തിരിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഒരു പത്തിരിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പത്തിരി എന്ന് പറയുമ്പം നമ്മുടെ കട്ടിപ്പത്തിരി, നമ്മുടെ ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ കിട്ടുന്നത് നൈസ് പത്തിരിയാണ്. അതല്ല, നല്ല കട്ടിയിൽ ഉള്ള നല്ല കട്ടിപ്പത്തിരി കേട്ടോ. അതും ആ കറിയും കൂടെ ചേർത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിന് വേറൊരു ടേസ്റ്റായിരുന്നു. നമ്മുടെ പത്തിരിയും ചിക്കൻ കറിയും കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ്. അതല്ലാതെ അവരുടെ ആ ഒരു മീൻകറി ഉണ്ടല്ലോ, ആ ഒരു മീൻകറിയും കൂടെ ചേർത്ത് ഞാനൊന്ന് കഴിച്ചു നോക്കി. അതും കൂടെ ഒന്ന് അറിയണമല്ലോ. ഈ മീൻകറി ഉണ്ടല്ലോ, ഈ മീൻകറി ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസിയാണ്, പക്ഷേ ഇതിനെന്തോ ഒരു ടേസ്റ്റ് ആട്ടോ. ഇപ്പം ഞങ്ങളുടെ സൈഡിലേക്ക് വെക്കുന്ന കറി പോലെയല്ല, വേറൊരു ടൈപ്പ് മീൻകറി ആയിരുന്നു. നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് ആ ഒരു ഫുഡ്
മൊത്തവും വയറും മനസ്സും നിറഞ്ഞ് കഴിക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിൽ വയറും മനസ്സും നിറഞ്ഞ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ആരെങ്കിലുമൊക്കെ കോഴിക്കോട് വഴി പോകുന്നുണ്ടെങ്കിൽ കയറി മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.